നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ബീഹാർ സ്വദേശികളായ 13 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ചോദ്യപേപ്പറുകൾക്കായി രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തു. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെത്തിയത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, നീറ്റ് പരീക്ഷാ ഫലം വിവാദമായതോടെ നിരവധി വിദ്യാർത്ഥികളാണ് ബീഹാറിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. വിദ്യാർത്ഥികൾ ആരോപിച്ചത് ഈ സംസ്ഥാനത്ത് ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ട് എന്നതായിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കവെയാണ് ഇപ്പോൾ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കണ്ടെടുത്തിരിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ചെക്കുകളുടെ അതുമായി ബന്ധപ്പെട്ട ബാങ്കുകളിൽ നിന്ന് അതായത് അക്കൗണ്ട് ഉടമകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഈ പേപ്പർ ചോർച്ച കേസിൽ ബീഹാർ സ്വദേശികളായ 4 വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 13 പേരെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലിനിടെ വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ പൈസ രക്ഷിതാക്കൾ 30 ലക്ഷം രൂപ ഈ മാഫിയയ്ക്ക് നൽകിയതായി സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ചിലരുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകൾ കണ്ടെടുത്തിരുന്നു. ഇതിപ്പോൾ ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ആണോ എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. അതിനായി NTA ഒറിജിനൽ ചോദ്യപേപ്പറിന്റെ പകർപ്പ് പോലീസ് സംഘം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് ലഭിച്ചാൽ ഈ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ചോദ്യപേപ്പറും തമ്മിലുള്ള ഒരു ഫോറൻസിക് പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. അതായത് ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ആണോ എന്ന സംബന്ധിച്ചുള്ള സ്ഥിരീകരണത്തിനായി കൂടിയാണ് ആ ഫോറൻസിക് പരിശോധന നടത്താനായി ഇരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്നലെ പറയുകയുണ്ടായി, രണ്ട് ക്രമക്കേടുകൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് ബീഹാർ പോലീസിന്റെയും നീക്കം. വേണു, ശരി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. 13 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.